അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു ചിക്കൻ ബർഗർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെ എങ്ങനെയാണ് അടിപൊളി ചിക്കൻ ബർഗർ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ അതിനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാതെ ചിക്കൻ അര കിലോ, 2 ബ്രെഡ് സ്ലൈസ് അരിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, 1 മുട്ട, 1 കപ്പ് പാല്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂണ് സോയാ സോസ്, 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂണ് സിർക്ക, 1/2 ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാം, 2 പച്ചമുളക്. പാലിൽ ബ്രെഡ് കുതിർത്തി വെക്കാം. മാറ്റി വെക്കാം. എന്നെല്ലാം കൂടി നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം. വെളുത്തുള്ളി ചേർത്ത് വെക്കാം, ഉപ്പ്, സോയാ സോസ്, കുരുമുളക് പൊടി, മുളക് പൊടി, കഷ്ണമുളക്, സിർക്ക ഇത്രയും കൂടി ചേർത്ത് വെക്കാം. കുതിർത്തി വെച്ച ബ്രെഡ് ചേർത്ത് വെക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് വെക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം നമുക്ക് ബർഗർ സോസ് ഉണ്ടാക്കാം. ബർഗറിന് വേണ്ടിയുള്ള സോസ് ആക്കാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ് മയോണൈസ്, 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കാബേജ് കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. സോസ് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിന്ന് ബർഗർ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ബർഗറിൻ്റെ ഷേപ്പാക്കാം. എന്നിട്ട് കുറച്ച് മൈദയിൽ ഡിപ്പ് ചെയ്യാം. മുട്ടയിൽ മുക്കുന്നുണ്ടെന്ന്. ഞാനിത് കോൺഫ്ലെക്സ് പൊടിച്ചെടുത്തതാണ്. അതിലൊന്ന് ഡിപ്പ് ചെയ്യാം. കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതായത് ഞാനിത് പൊരിച്ചെടുക്കാം. സ്റ്റവ് ഓണാക്കി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നല്ല ബർഗറങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് പൊരിച്ചെടുക്കേണ്ടത്. ചിക്കനൊക്കെ വേവിക്കാതെയല്ല, അപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടണം. പിന്നെ ഇത് തിരിച്ചു മറിച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് വേവിക്കേണ്ടി വരും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബർഗർ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മാസം അത്രയും ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പൊരിച്ചെടുത്താൽ മതി. ബർഗറിൻ്റെ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. മുപ്പത് സെക്കൻഡ് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബർഗർ ബണ്ണിൽ വെച്ചിട്ട് ഇത് ബർഗർ സാൻഡ്വിച്ചാക്കി മാറ്റാം.
ബർഗർ ബന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഗീ ഉപയോഗിച്ചാൽ മതി. പിന്നെ ബർഗർ സോസും പിന്നെ മയോണൈസൊക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ എന്തൊക്കെയാണ് ഇലകളുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇലകളൊക്കെ വെക്കാം. ലെറ്റ്യൂസൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ വെക്കാം. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ചീസ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് ചീസ് ഇല്ലെങ്കിൽ സാരമില്ല. ഞാനിവിടെ കാബേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വെക്കുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മതി. ഞാനിവിടെ ഒനിയൻ റിങ്സ് വെക്കുന്നുണ്ട്. പിന്നെ കക്കിരി, നമ്മളെ അടിപൊളി ബർഗർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.